ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ രാത്രിയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. സത്യം പറയാലോ, ഇത് 5-6 ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. സാധാരണ രീതിയിൽ നമുക്കെന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ മറ്റൊരാളോട് കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇത് ഓരോരുത്തരും അതേ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു സങ്കടം പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുക. എല്ലാവരും ഈ ഒരു വിഷമത്തിലായിരിക്കല്ലേ ഉണ്ടാവാൻ. വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവം ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. 100-300-ലധികം പേര് നമ്മളെ കണ്ണിൻ മുന്നിൽ എന്ന പോലെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ മനുഷ്യത്വമുള്ളവർക്ക് എന്തോ അത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. ജീവൻ ബാക്കി കിട്ടിയ എത്രയോ ആളുകൾ ഇന്ന് ക്യാമ്പിലാണ്. അവർക്ക് ഉറ്റവരോ ഉടയവരോ ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ കിടക്കാനോ ഉടുക്കാനോ ഇല്ലാതെ അവരിന്ന് ക്യാമ്പുകളിലുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ നമ്മളായിട്ട് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലേ ഒരറ്റവും കിട്ടൂല കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഒന്നിനും ഒരു മൂടുണ്ടാവില്ല. നമുക്ക് സംഭവിച്ച ആ ഒരു ദുരന്തമായിട്ട് നമ്മൾ കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ നമുക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് ചെയ്യാം. എല്ലാ നാടുകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് അവിടേക്ക് വണ്ടി പോകുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അതെങ്കിലും വാങ്ങിയിട്ട് അവിടെ എത്തിക്കാം. ഇനി അതിന് പോലും കഴിയാത്തവരാണെങ്കിലില്ലേ, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ ഉള്ളത്. മക്കളെ നഷ്ടപ്പെട്ടവരുണ്ടാവാം, ഭർത്താവിനെ നഷ്ടപ്പെട്ടവരുണ്ടാവാം, ഭാര്യയില്ല, എന്താ പറയുക, കുടുംബമില്ല, കിടപ്പാടം പോലും ഇല്ലാതെ എല്ലാം കൊണ്ടും സങ്കടപ്പെട്ട് കിടക്കുകയായിരിക്കും അവർ. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ മനസ്സിന് കരുത്തും ക്ഷമയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ദുആ ചെയ്യുക. നമ്മൾ അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു ഒരു പിടുത്തവും കിട്ടാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ട് എന്താണോ നമ്മളുടെ സഹജീവികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെല്ലാവരും കേട്ട തന്നെയല്ലേ ആ ഒരു ആനയുടെ കാര്യം. നേരം വെളുക്കുവോളം ഒരമ്മയും കുട്ടിയും പ്രായമായൊരു മുത്തശ്ശിക്കും സംരക്ഷണം നൽകിയ ആ ഒരു ആനയുടെ കാരുണ്യം നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ആ ഒരു ആനയുടെ കാരുണ്യമെങ്കിലും ഒരു മൃഗത്തിൻ്റെ കാരുണ്യമെങ്കിലും നമ്മൾ മനുഷ്യർക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചോന് ക്ഷമയും കരുത്തും മനസ്സിന് സമാധാനവും ഒക്കെ കൊടുക്കട്ടെ. അവർക്ക് കഴിഞ്ഞതിലും നല്ല ജീവിതവും വീടും വസ്ത്രവും ഒക്കെ കിട്ടി അവരുടെ ജീവിതം മുന്നോട്ടുള്ളത് നന്നാക്കി കൊടുക്കട്ടെ അല്ലേ. പടച്ചോൻ നമ്മളെല്ലാവരെയും എല്ലാവിധ ആപത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഉള്ളിടത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക. നമ്മളെ വീടും നമ്മുടെ സാധനങ്ങളൊക്കെ വിട്ട് നമുക്ക് പോകാൻ എന്തായാലും പ്രയാസം ഉണ്ടാവും. പക്ഷേ നമ്മളെ ജീവനാണല്ലോ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ജീവനുണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം നമുക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനിടയിലായിട്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ രാത്രി നേരം വെളുക്കുമ്പോൾ വന്നിട്ട് ആ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ മൊത്തം ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒന്നിനും ഒരു മൂടില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മൊത്തത്തിലൊന്ന് വിറങ്ങലിച്ചൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 7 മണി ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രാത്രി നാസ്തക്ക് വേണ്ടിയിട്ട് പത്തിരിയും അതേപോലെ വെജ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ എൻ്റെ വെജ് കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കലാം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് പത്തിരി പ്രസ്സും ദോശക്കല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഓടേണ്ടതില്ലല്ലോ. അപ്പോൾ ദാ അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പത്തിരി ഒന്ന് ചുട്ടെടുക്കലാണ്. പിന്നെ ഇല്ലേ, ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാലില്ലേ, കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഗീ ചേർത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പത്തിരി ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഇനി ഓരോ പത്തിരിയും ചുട്ടെടുക്കലാണ്.
അങ്ങനെ ഇതാ പത്തിരി മൊത്തത്തിൽ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളത്തിൽ തന്നെ അരി കുഴച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് കേട്ടോ ഇത്. നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. ഇനി ചുട്ടെടുത്ത ഓരോ പത്തിരിൻ്റെയും മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാലിൻ്റെയും ഗീൻ്റെയും മിശ്രിതമില്ലേ, അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആ പത്തിരി ഉണ്ടാവുക. ആ ഗീൻ്റെയും പിന്നെ അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ഫ്ലേവർ പത്തിരിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവാൻ. ചിക്കൻ കറിൻ്റെ കൂടെയും വെജ് കുറുമൻ്റെ കൂടെയും എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പത്തിരി ഉണ്ടാവുക. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ മോള് ഹോംവർക്ക് ചെയ്യുന്നിടത്ത് എന്തോ ഡൗട്ട് തോന്നിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. അന്നാണ് കേട്ടോ ലാസ്റ്റ് സ്കൂളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമെല്ലാം മഴ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്തോ മഴ കാണുമ്പോൾ വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്നൊരവസ്ഥയാണല്ലേ ഉള്ളത്. അങ്ങനെ ദാ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. വൈകുന്നേരം പുറത്ത് പോയപ്പോൾ കുറച്ച് എഗ്ഗും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില വൈകുന്നേരം പറിക്കാൻ പോയ സമയത്ത് എന്താ പറയുക കൊമ്പടക്കം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കട്ടെ. കുട്ടികളെല്ലാം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സമയത്തെ മക്കൾ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുഡ് കഴിക്കില്ല. അതിനുശേഷം കിച്ചന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. നമ്മൾ നേരത്തെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയല്ലേ, അപ്പോൾ അതിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലേക്കുള്ള വെള്ളം കൂടെ ഞാൻ രാത്രി തന്നെ എടുത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ ബോട്ടിലെല്ലാം വെള്ളം എടുത്തൊന്ന് റെഡിയാക്കി നിറച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വെള്ളം നിറച്ച് വെക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കിടക്കുന്ന റൂമിലേക്കും കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് എന്താ പറയുക, നമ്മൾ കിച്ചണൊന്ന് അടിച്ച് വാരിയുടെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രി അടിച്ച് വാരർ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേങ്കിൽ രാത്രി മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഉണ്ടാവാൻ. ഇനിയിപ്പോൾ ഇതാ മക്കളെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി ഡ്രൈ ആവാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ കൂടുതൽ എളുപ്പമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ ഒരു ക്ലോത്തില്ലേ, അത് നമ്മൾ ഡിറ്റർജൻറ്റ് ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഡിറ്റർജൻറ്റ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഡ്രൈ ആവാനും വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്ക് ഇതെടുത്തിട്ട് വീണ്ടും തുടക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. വെറുതെ കഴുകി പിഴിഞ്ഞിടുന്നതിന് നല്ലത് നമ്മളെന്തെങ്കിലും സ്മെല്ലുള്ള ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ കഴുകുകയെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും. പിന്നെ അതിലുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ അതും പോയി കിട്ടുമല്ലോ. പിന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുന്ന ആ ഒരു തുണിയില്ലേ, അത് ഇതേപോലെ ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കിച്ചണിലെ ഉപയോഗത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മൈക്രോ ഫൈബറിൻ്റെ ആ ഒരു ക്ലോത്താണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഗ്യാസോ ടൈൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഇതാ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടുന്ന രീതിയിൽ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവാൻ. എന്നിട്ട് ഡ്രൈ ആവാനും വേണ്ടിയിട്ടൊന്ന് വെക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ എൻ്റെ രാത്രിയുള്ള ക്ലീനിങ്ങും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ ഉണ്ടാവുക. പോയിട്ട് കിടക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം കേട്ടോ ഉണ്ടാവാൻ. അപ്പോൾ ദാ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും. ബൈ.